ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുന്നു എന്ന് പറയുന്നത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന കൽപ്പനയാണ്. കൽപ്പന എന്ന് പറയുന്നതിന് ഇമാജിനേഷൻ എന്നൊരർത്ഥമുണ്ട്. കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ, അത് പ്രധാനമന്ത്രി, യശസ്വി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കൽപ്പന തന്നെയാണ്. ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുത്തോളൂ. കേരളം ആ ഒളിമ്പിക്സിന് വേണ്ടി സജ്ജമാവണ്ടേ? ഇത് ഇന്ത്യയിൽ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ എത്ര ഇവന്റ്സ് ആണ് നടക്കേണ്ടത്, എത്ര ദിവസമാണ് നടക്കേണ്ടത്? സ്പോർട്സ് ഇവന്റ്സും അത്ലറ്റിക്സും ഇത് മാത്രമാണോ, ഗെയിംസും മാത്രമാണോ നടക്കുന്നത്? എത്രമാത്രം അന്താരാഷ്ട്ര സമൂഹമാണ് നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പോകുന്നത്? ഇത് ഭരണ മികവ് കൊണ്ട് ഒരു 20-25 വർഷമായിട്ട് ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, എല്ലാ കക്ഷികളുടെയും ഭരണങ്ങളിലൂടെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് യു പിയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം. അപ്പോൾ ഒരു ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് യു പിയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ചെന്നൈ, ബംഗളൂരു, കർണാടക ഇത്രയും ഇടങ്ങളിൽ അങ്ങ് ഒതുങ്ങി അവർക്കതിന്റെ ഗുണങ്ങൾ മുഴുവൻ കൊയ്തെടുക്കുന്ന ഒരു സമ്പ്രദായമായിട്ടാണോ ഒരു പ്രധാനമന്ത്രി രാജ്യത്തേക്കാണ് ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? 36-ലെങ്കിൽ 40. ഇത് രാജ്യത്തിന് വലിയ ഒരു സാമ്പത്തിക സമാഹരണത്തിനുള്ള വേദി ഒരുക്കും ഒളിമ്പിക്സ്. അതിന് നമ്മുടെ സജ്ജത എത്ര? ഈ ഒരൊറ്റ വിഷയം പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ മുഴുവൻ സമ്മതിദായകരും ഇന്ന് നിശ്ചയിച്ചുറപ്പിക്കണം താമര ചിഹ്നത്തിലെ വോട്ട് ചെയ്യുവാൻ. അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ അന്യായം നിങ്ങൾ കാണും.